So finally, Vivo X300 FE. Hey guys, welcome. എല്ലാവരും ഈ സ്മാർട്ട് ഫോൺ ഇടാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കേസും അതിന്മേൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടെലിഫോട്ടോ ലെൻസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്, which is not free by the way. So നമുക്ക് ഇന്ന് ഈ ഫോണിനെ പറ്റി സംസാരിക്കാം. ബിക്കോസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ഒരാൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നത്. ടിപിക്കൽ എക്സ് സീരീസിന്റെ ആ ഒരു സ്ക്വയർ ബ്ലാക്ക് ബോക്സിനകത്ത് ഫോൺ, അതിലിടാൻ പറ്റുന്ന ഒരു കേസ്, 90 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി കേബിൾ. ഏറ്റവും ആദ്യം നമുക്ക് ഇതിന്റെ ഡിസൈനിനെ പറ്റി സംസാരിക്കാം. Man, I really like this color. എനിക്ക് ഈ ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമായി. ഇതിന് ഒലിവ് അങ്ങനെ എന്തോ ആണ് പേര്. ആൻഡ് ക്യാമറ മോഡ്യൂൾ കണ്ടു, നമ്മുടെ ഐഫോൺ എയറിന്റെ ഒക്കെ പോലെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ വേണമെങ്കിൽ കാണുന്നുണ്ട്. ആൻഡ് ഞാൻ നോട്ടീസ് ചെയ്ത് AC മുറിയിലൊക്കെ വെച്ചാണ് ഈ ഫോൺ കയ്യിലെടുക്കുന്നതെങ്കിൽ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. ആൻഡ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണിത് ഈ സൈഡിൽ കാണുന്ന ആന്റണ ലൈനുകൾ. അതായത് ഒരു ക്വിക്ക് ജനറൽ നോളജ് തരാം, ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ അതിന്റെ സൈഡിലെ ഫ്രെയിമിൽ നിങ്ങൾ ഇതേപോലെ ആന്റണ ലൈനുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഫ്രെയിം മെറ്റാലിക് ആണ് എന്ന്. കാരണം മൊബൈൽ സിഗ്നലുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ മെറ്റലിന്റെ ഉള്ളിൽ കൂടെ സിഗ്നൽ കിട്ടില്ല, അതിന് വേണ്ടിയാണ് ഈ ആന്റണ ലൈൻ കൊടുക്കുന്നത്. ആക്ച്വലി 2 കളേഴ്സും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല, ബട്ട് ഇതാണ് എനിക്ക് ഇഷ്ടമായി. 6.3 ഇഞ്ചിന്റെ ഒരു ഹാൻഡി ആയിട്ടുള്ള സൈസ്, ഡ്യുവൽ സിം ട്രേ ആണ്, ഈ സിം സപ്പോർട്ട് ഉണ്ട്, വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആണ്, താഴെയായിട്ട് സിം ട്രേ, മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കേഴ്സ്, മുകളിൽ സെക്കൻഡറി മൈക്ക്, സ്പീക്കർ ആൻഡ് ഇവിടെ ഒരു IR ബ്ലാസ്റ്റർ. വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. ഇതിന്റെ പ്ലേസ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ചെറിയ സ്മാർട്ട് ഫോണുകളിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ സാധാരണ താഴെ വരുമ്പോൾ എന്നെ പോലെ വലിയ കൈയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് എത്തിക്കാൻ. സോ ഇതിന്റെ പ്ലേസ്മെന്റ് എനിക്ക് കറക്റ്റ് ആണ്. ആൻഡ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ടിങ് ഫിലിം ആണ് ഒട്ടിച്ചിരിക്കുന്നത്, ടെമ്പേർഡ് ഗ്ലാസ് അല്ല, ഫിലിം. ആൻഡ് ഇതിന്റെ ഹാപ്റ്റിക്സ് അഥവാ വൈബ്രേഷൻ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമായി. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ മുകളിലും താഴെയും അത്യാവശ്യം ബാലൻസ്ഡ് ആണ്, ലൗഡ് ആണ്. 6.3 ഇഞ്ചിന്റെ സൈസ് മാസ്റ്റർ കളർ ഡിസ്പ്ലേ, അതും 1.5K റെസൊല്യൂഷൻ LTPO പാനലാണ്. LTPO എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് 1 Hz മുതൽ 120 Hz വരെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റും. 10-bit ഡിസ്പ്ലേ ആണ്, 1800 നിറ്റ്സിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡ് അഥവാ ഡയറക്റ്റ് സൺലൈറ്റിലുള്ളപ്പോൾ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ആൻഡ് HDR10+ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. യെസ്, നെറ്റ്ഫ്ലിക്സിലും നിങ്ങൾക്ക് HDR കാണാൻ പറ്റും. ആൻഡ് ഓവറോൾ വളരെ തിന്നായിട്ടുള്ള ബെസൽ നല്ല ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ. ജനറലി വിവോ ഫോണുകൾ, പ്രത്യേകിച്ചും എക്സ് സീരീസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം ആൾക്കാരുടെ മൈൻഡിൽ എത്തുന്ന കാര്യമാണ് ഇതിന്റെ ക്യാമറ. അതുകൊണ്ട് നമുക്ക് ക്യാമറയെ പറ്റിയല്ല, പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ഇതിനകത്തുള്ളത് സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 5 ചിപ്സെറ്റ് ആണ്, 3 nanometerന്റെ ഓൾമോസ്റ്റ് 3 മില്യന്റെ AnTuTu സ്കോർ തരുന്നുണ്ട്. സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ AnTuTu സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ്, അതായത് ഇതിന്റെ നോർമൽ ഡേ ടു ഡേ പെർഫോമൻസും അതേപോലെ ഗെയിം കളിക്കുമ്പോൾ ഉള്ള സ്പീഡെല്ലാം കാണിക്കുന്ന ഒരു സ്കോറാണ്. ആ സ്കോർ എത്രത്തോളം കൂടുതലാണോ അത്രയും ഫാസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ. സോ ഇതിനകത്ത് 30 ലക്ഷം അഥവാ 3 മില്യൺ അടുത്തുള്ളതുകൊണ്ട് അത് വളരെ നല്ല പെർഫോമൻസ് തരും. എന്നിരുന്നാലും ഈ സ്കോർ തരാനായിട്ട് സഹായിക്കുന്നത് പ്രോസസർ മാത്രമല്ല, ഇതിന്റെ കൂടെയുള്ള റാം, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള LPDDR5X അൾട്ര, അതിനോടൊപ്പം സ്റ്റോറേജ് UFS 4.1. ഗെയിമിങ്ങിന് ഈ സ്മാർട്ട് ഫോൺ നല്ലതാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല പോലെ ഗെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ബെഞ്ച് മാർക്ക് അഥവാ AnTuTu ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 47.6 ഡിഗ്രീസ് വരെയാണ് ഈ സ്മാർട്ട് ഫോൺ വാം ആയിരിക്കുന്നത്. സോ മെറ്റാലിക് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് പെട്ടെന്ന് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വാംത്ത് നിങ്ങൾ ഫ്രെയിമിൽ ഫീൽ ചെയ്യും. കേസ് ഇട്ട് കളിക്കുന്നതായിരിക്കും ബുദ്ധി. എന്നാൽ പെട്ടെന്ന് തന്നെ സ്മാർട്ട് ഫോൺ തണുക്കുന്നുണ്ട്. 4005 mm² വേപ്പർ ചേംബർ കൂളിംഗ് ആണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. ഒറിജിൻ OSലാണ് വരുന്നത്, Android 16ലാണ്. 7 വർഷത്തെ OS അപ്ഡേറ്റ്സും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒറിജിൻ OS നിങ്ങൾക്കറിയാം. സോ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതായത് ലോക്ക് സ്ക്രീനിലുള്ള പോസ്റ്റർ ഓഫ് ആക്കി വെക്കുക, ആപ്പ് സ്റ്റോറിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക, ആൻഡ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും മറക്കണ്ട. ഇനി എക്സ് സീരീസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ക്യാമറ, 50 മെഗാപിക്സലിലെ സോണിയുടെ IMX421 സയസ് മെയിൻ ക്യാമറയാണ് വരുന്നത്. പൊതുവേ ഈ സയസ് ക്യാമറകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നേരിട്ട് കാണുന്നത് അത് അതേപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിവുള്ള തരം ക്യാമറകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര പഞ്ചി, വിവിഡ്, ബ്രൈറ്റ് അങ്ങനത്തെ ഫോട്ടോസ് ആയിരിക്കില്ല സയസ് മോഡിൽ കിട്ടുന്നത്. നാച്ചുറലായിട്ട് എന്താണോ കാണുന്നത് അതേ രീതിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ സയസ് ക്യാമറകൾ ഉപയോഗിക്കുന്നത് അതിന്റെ പോർട്രേറ്റ്സ് എടുക്കാൻ വേണ്ടിയാണ്. ഇതിനൊപ്പം നിങ്ങൾക്ക് 50 മെഗാപിക്സലിന്റെ ഒരു 3X ടെലിഫോട്ടോ ക്യാമറയാണ് വന്നിരിക്കുന്നത്, അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ട്. പോർട്രേറ്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ല, റിസൾട്ട്സ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. എത്ര മനോഹരമായിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഈവൻ മുടി പോലും, ഇവിടെ പല ഫോട്ടോസിലും കാണാം, പാറിപ്പറന്ന് നടക്കുന്ന മുടിയുടെ ഓരോ മുടിനാരുകൾ പോലും കൃത്യമായിട്ട് ബ്ലർ ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പലതരം സയസ് ബൊക്കെ എഫക്റ്റുകൾ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നുണ്ട്. അതെല്ലാം തന്നെ ഇതിനകത്തുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്.
അൾട്രാ വൈഡ് ക്യാമറ മാത്രം പേരിന് കൊടുത്തിരിക്കുന്നതാണ് 8 മെഗാ പിക്സലിൻ്റെത്. മാക്രോ ഫോട്ടോസ് ആക്ച്വലി നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ വെച്ച് തന്നെ സൂം ചെയ്തെടുക്കാൻ പറ്റും. ഈ സൂമിന്റെ കാര്യം പറയുമ്പോൾ 100x വരെയാണ് നോർമലി സൂം ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് ഏകദേശം ഇത്തരത്തിലിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ AI ഉപയോഗിച്ച് ഇതിനെ അൾട്രാ HD അഥവാ 200 മെഗാ പിക്സലിന്റെ ഫോട്ടോ എടുത്ത പോലെ ഇത്തരത്തിൽ അപ്സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റും. പ്രൈമറി ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് 8K 30 FPS-ലും 4K 120 FPS-ലും വീഡിയോ ഷൂട്ട് ചെയ്യാം. ടെലിഫോട്ടോ ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 60 FPS-ൽ ഷൂട്ട് ചെയ്യാം. അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ച് 1080p 30 FPS-ൽ ഷൂട്ട് ചെയ്യാം. ഇനി സെൽഫി ക്യാമറ 50 മെഗാ പിക്സലിലെ ഐ ഓട്ടോ ഫോക്കസ് ഉള്ള വൈഡ് ആയിട്ടുള്ള ക്യാമറയാണ്. ഇത്തരത്തിലുള്ള സെൽഫീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സെൽഫി ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് 4K 60 FPS-ൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫോട്ടോയിലുള്ള റെഗുലർ ബൊക്കെ മോഡുകൾ അല്ലാതെ നിങ്ങൾക്ക് പോർട്രേറ്റ് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോകളിൽ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും. ഉപയോഗിച്ച് ഫോട്ടോയിൽ മഞ്ഞ് കൊണ്ടുവരിക, നേരത്ത് പൂക്കൾ ഇടുക, അല്ലെങ്കിൽ ഓട്ടം സീസൺ ആക്കുക എന്നുള്ള പരിപാടികളും രാത്രി എടുത്ത ഫോട്ടോയിനെ പകലാക്കുക ഇല്ലെങ്കിൽ പഴഞ്ചനാക്കുക എന്നുള്ള എല്ലാം ചെയ്യാൻ പറ്റുന്നതിന് കൂടെ ഇത്തവണ നിങ്ങൾക്ക് വീട്ടിനകത്ത് വെള്ളം കയറി ഒരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി പോലെയുള്ള രീതിക്കും ഒരു വെയിലും ഇലയും ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ മുഖത്തേക്ക് വെയിലടിക്കുന്ന പോലെയും ദൂരെ നിന്നും ഏതോ ഒരു പ്രകാശം നിങ്ങളുടെ മേത്ത് ഗ്ലോ ചെയ്യുന്ന പോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേയധികം AI മോഡ് ഇത്തവണ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇൻസ്റ്റന്റ്ലി അല്ല വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മോഡിൽ പോയിട്ട് ഫോട്ടോ എടുത്ത ശേഷം അത് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. സെർവർ ബിസി ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം. ഏകദേശം ചിലപ്പോൾ പെട്ടെന്നാവും, ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 5, 10 മിനിറ്റ് വരെ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട്സ് ഇത്തരത്തിൽ കാണും. ആൻഡ് 8K-ലൊക്കെ വീഡിയോ എടുക്കുക, തുര എന്ന് പറഞ്ഞ് പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ എടുക്കുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സ് ആവുന്നതുകൊണ്ട് ആ പ്രോസസ്സിങ്ങിന് കുറച്ച് ഹീറ്റ് വരും എന്നുള്ളത് കൂടാതെ പുറത്തു നിന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെയിലടിച്ചാലും ഫോൺ ചൂടാവുന്നത് സ്വാഭാവികമാണ്. 12GB RAM ആൻഡ് 256GB സ്റ്റോറേജിലും അതേപോലെ 12GB RAM ആൻഡ് 512GB സ്റ്റോറേജിലുമാണ് വരുന്നത്. ആൻഡ് ഇപ്പോഴത്തേക്ക് അറിയാൻ പറ്റിയ പ്രൈസ് ഏകദേശം 70,000 മുതൽ 90,000 രൂപയുടെ ഇടയ്ക്കാണ് വരുന്നതെന്ന്. ആൻഡ് ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 6500 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. IP68 IP69 റേറ്റിംഗ് ഉണ്ട്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. സ്കോട്ട് സെൻസേഷൻ കോർ എന്ന് പറഞ്ഞ ഗ്ലാസ്. ഫ്ലാഷ് ഒക്കെ ഇട്ടിട്ട് എടുക്കാൻ വരുന്ന ഫ്ലാഷ് പോർട്രേറ്റ് കൂടാതെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കളയാനുള്ള ഓഡിയോ എറേസർ, ഒറിജിനൽ എൻഡ് കസ്റ്റമൈസേഷൻ, ഗൂഗിൾ ജെമിനി, AI സെർച്ച് എന്നിങ്ങനത്തെ ഫീച്ചേഴ്സും ഈ ഒരു തിൻ ആയിട്ടുള്ള 7.99 mm തിക്നെസ് ഉള്ള സ്മാർട്ട് ഫോണിന്റെ അകത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് യെസ്, ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. 191 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ്. അതിനോടൊപ്പം വൈഫൈ 2.4 GHz 5 GHz ആണ് കാണുന്നത്. ബ്ലൂടൂത്ത് 6 ആണ്. NFC സപ്പോർട്ടും ഉണ്ട്. ഈ സിമ്മും ഉണ്ട്. സോ ആ ഒരു ഫോട്ടോഗ്രാഫി കിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആസ് എ സ്മാർട്ട് ഫോൺ ഇതിനെ നോക്കുവാണെങ്കിൽ ഐ വുഡ് സേ നിങ്ങളൊരു കോമ്പാക്ട് ആയിട്ടുള്ള കയ്യിൽ ഒതുങ്ങുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ക്രീൻ സൈസ് ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള എന്നാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ വെച്ച് തന്നെ നല്ലപോലെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്ന അത്യാവശ്യം ബാറ്ററി നിൽക്കുന്ന ഡീസെന്റ് ആയിട്ടുള്ള ആൻഡ് സർവീസ് ഒക്കെ നല്ലപോലെ കിട്ടുന്ന ടൈപ്പ് ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി Vivo X300 FE ഒരു ഓപ്ഷനാണ്. ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രൈസ് നോക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കണോ വേണ്ടയോ തീരുമാനം എടുക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് പുതിയ ഫോണാണിത്. നല്ല ക്യാമറയുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? എല്ലാം ഇഷ്ടപ്പെട്ടാ? ഇത് ആരെ പറഞ്ഞ നോക്കിയേ ബ്രോ. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.